ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടാത്ത കാരണം അവിടെ കോയമ്പത്തൂരിൽ നിന്ന് വരികയാണ് ഞങ്ങൾ ഈ പടം കാണാൻ വേണ്ടി. രക്ഷയില്ല, ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാതെ അത്ര രസത്തിലാണ് ഉപയോഗിക്കുന്നത് പടം. ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ ഉപേന്ദ്രൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉപേന്ദ്രയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം പുള്ളിക്കാരൻ കുറച്ച് സീനൊക്കെ ഉള്ളെങ്കിലും അതിനകത്ത് ആ പുള്ളിക്കാരനെ പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷെ പേട്ടയുടെ തട്ട് താന്ന് തന്നെ ഇരിക്കും. അതിനിപ്പോൾ എന്തൊക്കെ ആയാലും കൊള്ളായിരുന്നു. ശ്രുതി ഹാസൻ അഭിനയം കൊള്ളായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു, സൂപ്പർ ആയിരുന്നു. മ്യൂസിക്കോ നല്ല രജനീകാന്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സെക്കൻഡ് ഹാഫിലോട്ട് വരും. പിന്നെ രജനീകാന്ത് കിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു. സോബിന്റെ അഭിനയം. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയതായിട്ട് റിലീസായിരിക്കുന്ന കൂലി, സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂലി എന്ന് പറഞ്ഞ പടത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തതൊന്നും കയറാൻ വേണ്ടിയിട്ടാണ് ഇത്ര ആൾക്കാർ. നോക്കൂ, തിയേറ്റർ മൊത്തം ഫുള്ളാണ് ഗൈസ്. ഇവിടെ സ്ഥലം പോലും ഇല്ല ഗൈസ്. കുറേ നാളായിട്ട് അനുഭവപ്പെടാത്ത ഒരു ജനത്തിരക്കാണ്. ഇപ്പോൾ കൂലി സിനിമ റിലീസായപ്പോൾ തിയേറ്ററിൽ കാണുന്നത് നോക്കുക, റിവ്യൂ എടുക്കാൻ പോലും സ്ഥലമില്ല ഗൈസ്. എന്തോരം ആൾക്കാരാണ്. പടം എങ്ങനെയുണ്ട്? രജനീകാന്തിന്റെ അഭിനയൊക്കെയോ? പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? രജനീകാന്തിന്റെ അഭിനയോ? പടം ഓവറോൾ എത്ര റേറ്റിംഗ് കൊടുക്കും? ചേട്ടാ പടം എങ്ങനെയുണ്ട്? രജനീകാന്തിന്റെ അഭിനയം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? വലിയ രസമല്ല, കുഴപ്പമില്ല. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? രജനീകാന്തിന്റെ അഭിനയം? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? രജനീകാന്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സെക്കൻഡ് ഹാഫിലോട്ട് വരും. പിന്നെ രജനീകാന്ത് കിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു. സോബിന്റെ അഭിനയം? കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ ഇച്ചിരി മോശമായിട്ട് അവരുടെ ഫസ്റ്റ് ഹാഫ് നല്ല സൂപ്പർ അഭിനയായിരുന്നു. മ്യൂസിക്കും ബിജിയും ഒക്കെ? അയ്യോ, അനിരുദ്ധ് കത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. രജനീകാന്തിന്റെ അഭിനയം അടിപൊളിയല്ലേ? എല്ലാം കൊള്ളാം. സോബിന്റെ അഭിനയമൊക്കെ? സൗബിനൊക്കെ സൂപ്പർ അടിപൊളിയുണ്ട്. എല്ലാം നല്ല അടിപൊളി പടമാണ്. ലോകേഷിന്റെ നല്ല പടം. എന്തോ പൂജാവിധി ആ ഒരു പാട്ട് സീൻ നല്ല അടിപൊളിയാണ്. സ്റ്റെപ്പെല്ലാം സൂപ്പർ. ശ്രുതി ഹാസന്റെ അഭിനയം? എല്ലാവരും കൊള്ളാം, എല്ലാവരും നല്ല. പടം എങ്ങനെയുണ്ട്? അടിപൊളി പടം, നല്ല പടം. രജനീകാന്ത് അടിപൊളിയാണ്, സൂപ്പറാണ്, അടിപൊളി. സെക്കൻഡ് ഹാഫ് അടിപൊളി, രക്ഷയിലാണ്. പടം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. രജനീകാന്തിന്റെ അഭിനയം? രജനീകാന്ത് പുള്ളിക്കാരന് ചെയ്യാൻ പറ്റുന്ന മാസമെല്ലാം പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപേന്ദ്രൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉപേന്ദ്രയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം പുള്ളിക്കാരൻ കുറച്ച് സീനൊക്കെ ഉള്ളെങ്കിലും അതിനകത്ത് ആ പുള്ളിക്കാരനെ പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷെ പേട്ടയുടെ തട്ട് താന്ന് തന്നെ ഇരിക്കും. അതിനിപ്പോൾ എന്തൊക്കെ ആയാലും രക്ഷയില്ല, ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാതെ അത്ര രസത്തിലാണ് ഉപയോഗിക്കുന്നത് പടം. ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തുടക്കം കുറച്ച് ലാഗുണ്ടെങ്കിലും ഒരു ഇതിനകത്തട സെക്കൻഡ് ഹാഫ് ഇല്ലയോ, ഒരു രക്ഷയില്ല, പിടുത്തം വിട്ട പോക്കാ പോയേക്കുന്നത്. മാത്രമല്ല രജനീകാന്തിൻ്റെ പഴയ രീതിയിലുള്ള ഒരു ഫേസ് ഇതിനകത്ത് കൊണ്ടുവന്നു. ഒരു 30 വർഷം ബാക്ക് പക്ക പഴയ പോലെ ഇരിക്കുക രജനീകാന്ത്. നല്ല എഡിറ്റിങ്ങും നല്ല ഫൈറ്റ് സീനും, ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്താ പറയുക, തുടക്കം കുറച്ച് ലാഗായിരുന്നു, വളരെ പറയാമല്ലോ. അത് കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങ് തുടങ്ങുക, കത്തി കയറുക. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഫൈറ്റ്. സൗബിനൊക്കെ എന്ന് പറഞ്ഞാൽ കിടുക്കി കളഞ്ഞു. മാത്രമല്ല സൗബിൻ്റെ കൂടെ ഭാര്യ എന്നുള്ള രീതിയിൽ പോലീസ് വിഷം ചെയ്തേക്കുന്ന അവരും ഒരു രക്ഷയില്ല. അമീർ ഖാൻ ലാസ്റ്റ് പറഞ്ഞ കയറി അങ്ങ് പൊളിച്ച് കളഞ്ഞു. അമീർ ഖാൻ ലാസ്റ്റ് ഒരു 5 മിനിറ്റുള്ള ആ 5 മിനിറ്റ് ഒരു രക്ഷയില്ലാതെ ഫൈറ്റ് ചെയ്ത് കളഞ്ഞു. ഭയങ്കര ലുക്ക് അമീർ ഖാൻ കാണാനും. ഓക്കെ, താങ്ക് യു. കൊള്ളായിരുന്നു. ശ്രുതി ഹാസന്റെ അഭിനയം? കൊള്ളായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു, സൂപ്പർ ആയിരുന്നു. മ്യൂസിക്കോ? നല്ലതായിരുന്നു, ഒന്നും പറയില്ല, സൂപ്പർ. അപ്പൊ ശ്രുതി ഹാസന്റെ അഭിനയൊക്കെ കുഴപ്പമില്ലായിരുന്നു. രജനീകാന്തിന്റെ അഭിനയം? രജനീകാന്തിന്റെ ഓഫ് കോഴ്സ് നല്ലായിരുന്നു. സോബിൻ തകർപ്പു. പടം എങ്ങനെയുണ്ട്? ആവറേജ് ആമോള. രജനീകാന്തിന്റെ അഭിനയം? രജനീകാന്തൊക്കെ നൈസാണ്, പക്ഷേ പടം ആവറേജ് ആണ്. നമ്മൾ കണ്ടുപിടുത്ത സാധനങ്ങളൊക്കെ തന്നെയാണ്. സെക്കൻഡ് ഹാഫ് ആണ് നല്ല. മ്യൂസിക്കോ?
കുഴപ്പമില്ല. പടം എങ്ങനെയാണ് ഫുള്ളിൽ? കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടാത്ത കാരണം അവിടെ കോയമ്പത്തൂരിൽ നിന്ന് വരികയാണ് ഞങ്ങൾ ആണോ? ഈ പടം കാണാൻ വേണ്ടി. ഓ, രജനീകാന്തിന്റെ അഭിനയം സൂപ്പറായി. ഓക്കെ. മ്യൂസിക് ഒക്കെയോ? എല്ലാം അടിപൊളി. പാട്ട് കാര്യങ്ങളെല്ലാം ഫൈറ്റ് ഒക്കെ. രജനീകാന്തിന്റെ അഭിനയം? രജനീകാന്തിന്റെ അഭിനയം ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. ശ്രുതി ഹാസന്റെ അഭിനയം എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഫാമിലി ആയിട്ട് music കാണാൻ ഓ? കൊള്ളാവുന്ന സിനിമ, നല്ല പാട്ട്. തമിഴാണോ മലയാളമാണോ ഇഷ്ടപ്പെട്ടെ? തമിഴാ കണ്ടത്, തമിഴ്. ഇഷ്ടപ്പെട്ടു.